ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല അടിപൊളി ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ട്. ഈത്തപ്പഴം, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം, വാൾനട്ട്സ്, കറുത്ത മുന്തിരി, അത്തിപ്പഴം, ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും എടുക്കുക. എന്നിട്ട് അതിനൊരു പാനിലോട്ട് മാറ്റി കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പ് 3/4 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഈത്തപ്പഴമൊക്കെ ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് നട്ട്സൊക്കെ ഒന്ന് സോഫ്റ്റായി പാലൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ ഇത് പാലൊക്കെ അത്യാവശ്യം ഒന്ന് കുറുകി നട്ട്സൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ചൂടാറിയ ശേഷം പിന്നെ നമുക്കിതിനെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ചേർക്കുന്നത് നേന്ത്രപ്പഴമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അതിനൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ടെന്ന് പറയുമ്പോൾ ഒത്തിരി ഫൈൻ ആക്കിയിട്ട് എടുക്കണ്ട, ചെറിയൊരു തെരിപ്പോടെ അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള പാൽ ചേർത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ പഞ്ചസാരയും മധുരത്തിനൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇപ്പം തന്നെ അത്യാവശ്യത്തിന് മധുരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തേനൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും പണികളും വളരെ സിമ്പിളായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷേക്കാണ്. കുട്ടികൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും. അപ്പം നട്ട്സൊക്കെ കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷേക്കാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.